ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയെപ്പോലെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ 1947 മുതൽ ഇന്ത്യയെപ്പോലെ ഇത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങളും വിഘടനവാദങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഒക്കെ നേരിട്ട മറ്റൊരു രാജ്യം ഉണ്ടാകുമെന്ന് നമുക്ക് വളരെ സംശയമാണ്. നമുക്കറിയാം, 47 നമ്മളെ വിഘടിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളുണ്ടാക്കി. പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ട് കണക്കൂട്ടണ്ട, എന്നാലും നമ്മളിൽ നിന്ന് വിഭജിക്കപ്പെട്ട മറ്റൊരു എന്താ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ. അപ്പോൾ 48 മുതൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് എതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം നിരന്തരമായി നമ്മൾ കാണുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലെ പ്രശ്നങ്ങൾ, കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, നമ്മളുടെ നോർത്ത് ഈസ്റ്റിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകളുണ്ട്. ആസാം ഉൾപ്പെടെ, മേഘാലയ, മണിപ്പൂർ, സിക്കിം. നക്സൽസിൻ്റെ പ്രശ്നങ്ങൾ, നക്സലിസം വളരെ ശക്തിയായിട്ടുള്ള തോതിലും നമ്മുടെ ഇന്ത്യയിൽ അത് ഇപ്പോഴും നമുക്ക് പ്രത്യക്ഷമായി കാണത്തില്ലെങ്കിലും ഒരു സ്ലീപ്പർ സെല്ലായിട്ട് അല്ലെങ്കിൽ ഒരു ഡോർമെൻ്റായിട്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ബ്രെയിന് ചെന്ന് അവസാനിക്കുന്ന ഒരിടത്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഞാനിപ്പം അതിനെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇന്ത്യ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിനൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ എത്രത്തോളം ഇതുപോലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ വിഘടനവാദ പ്രവർത്തനങ്ങളും അവരുടെ ആക്രമണങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കാശ്മീർ ഉൾപ്പെടെ അടുത്തുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ നേരിട്ട് ഏറ്റവും വലിയൊരു രാജ്യം ലോകത്തെ ഇന്ത്യ തന്നെയാണെന്നുള്ള സംശയങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യൻ ഇസ്ലാം സിവിലൈസേഷൻ എടുത്ത് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന് വെളിയിൽ നമ്മൾ ഉള്ള രാജ്യങ്ങളെ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഇന്ത്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മറ്റൊരു രാജ്യം, ഇപ്പം പാകിസ്ഥാൻ പോലും ഈ അടുത്ത സമയങ്ങളിലൊക്കെയാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അവർ നേരിടാൻ തുടങ്ങുന്നത്. അവരുടെ കയ്യിലിരിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അതിനു മുമ്പേ ഇന്ത്യ ഇത് അനുഭവിക്കാൻ തുടങ്ങിയാണല്ലോ. ഇപ്പം ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സിറിയയിലെ സംഭവവികാസങ്ങളൊക്കെ കണ്ടാണ്. സിറിയയിലിപ്പം അവിടുത്തെ ആസാദ് എന്ന് പറയുന്ന ഭരണാധികാരി അവിടുന്ന് തുരത്തി ഓടിക്കുകയും അവിടെ പുതിയൊരു റബൽ ഗ്രൂപ്പ്, അതായത് ആസാദിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന റബൽ ഗ്രൂപ്പ് അവിടെ ഭരണം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ആ റബൽ ഗ്രൂപ്പിൻ്റെ പേര് HTS എന്നാണ്, അതായത് ഹയത്ത് തഹ്രീർ അൽ ഷാം, HTS. അതുപോലെ അദ്ദേഹത്തിൻ്റെ അവരുടെ ലീഡർ, റബൽ ലീഡറിൻ്റെ പേര് അൽ ഗൊലാനി, ഫുൾ നെയിം അല്ല ഇവിടെ, അൽ ഗൊലാനി എന്ന് പറഞ്ഞത്. അപ്പം HTS ആണ് ഇപ്പോൾ അവിടെ നിലവിൽ ഭരണത്തിൽ നിൽക്കുന്നത്. എത്ര കാലം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പം അവരുടെ ഒരു കൊളാബറേറ്ററായിട്ടുള്ളൊരു ടർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്ന് പറഞ്ഞ TIP എന്ന് പറഞ്ഞുള്ള ഒരു പാർട്ടി ഇപ്പോൾ ചൈനയ്ക്കെതിരെ അവർ വലിയൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവർ ചൈനയ്ക്കെതിരെ ഭീഷണി മുഴക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഉയ്ഗൂർ, നമ്മുടെ ഷിൻജിയാങ് പ്രൊവിൻസിലുള്ള ഉയ്ഗൂർ മുസ്ലിംസിൻ്റെ ഒരു സെപ്പറേറ്റിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അവർ ഈ HTSുമായിട്ട് കൂടി നിന്നിട്ട് ആസാദിനെതിരെ ഈ പറഞ്ഞ യുദ്ധം ചെയ്ത ഒരു ഇസ്ലാമിക് ഫോഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ ഈസ്റ്റ് ടർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻ്റാണ്. ഈസ്റ്റ് ടർക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയുടെ വെസ്റ്റേൺ പ്രൊവിൻസാണ് ഷിൻജിയാങ്, ചൈനയുടെ പടിഞ്ഞാറാണ്. അപ്പോൾ അതിൻ്റെയും പടിഞ്ഞാറ് വരുമ്പോൾ ടർക്കിസ്ഥാൻ അവർക്ക് ഇങ്ങോട്ട് ഈസ്റ്റാണ്. അപ്പം ഈ ഉയ്ഗൂർ പ്രദേശം അല്ലെങ്കിൽ ഷിൻജിയാങ് പ്രദേശം അവരെ സംബന്ധിച്ച് ഈസ്റ്റ് ആയതുകൊണ്ട് ഈസ്റ്റ് ടർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻ്റാണ് അവരതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ.
അപ്പോൾ അതൊരു ഈ ഉയ്ഗൂർ ടെററിസ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പാണ്, ഒരു വിഘടനവാദ. ഷിൻജിയാങ് അവർക്ക് സ്വതന്ത്ര പ്രവിശ്യയായിട്ട് കിട്ടണം എന്ന് വാദിക്കുന്ന, ചൈനയ്ക്കെതിരെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല വിഘടനവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ഫോഴ്സാണ് ഈ പറഞ്ഞ TIP, ടർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഈ HTSനോട് ഒരുമിച്ച് നിന്ന് ആസാദിനെ തുരത്താൻ വേണ്ടി അവരോട് കഴിഞ്ഞൊരു 2017 മുതലാണെന്ന്, കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് അവർ സിറിയയിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണത്. അപ്പോൾ അവർക്ക് ഈ അൽഖ്വയ്ദ അല്ലെങ്കിൽ ISIS ഇവരുമായിട്ടുള്ള ഈ വളരെ നല്ല ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് വളരെയധികം ഡീപ്പ് ടൈസ് അല്ലെങ്കിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പലതും സൂചിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ TIPയുടെ ഒരു പുതിയ ഭീഷണിയാണ് ചൈനയ്ക്കെതിരെ. കാരണം ചൈന സിറിയയിലെ പ്രശ്നത്തിൽ നിന്നും വളരെ ദൂരം പാലിച്ച് നിന്നുവെങ്കിൽ തന്നെ അവർക്കിപ്പം വളരെ ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. കാരണം സിറിയയ്ക്ക് ശേഷം ഈ പറഞ്ഞ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവരുടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഈ പറഞ്ഞ ഉയ്ഗൂർ മേഖലയിലേക്ക് അവർ മാറ്റുമോ അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കോസ് അല്ലെങ്കിൽ ഒരു കൺസേൺ ചൈനയ്ക്കുണ്ട് ഇപ്പോൾ ആണല്ലോ. അപ്പോൾ ഈ TIP ഷിൻജിയാങ്ങിലൊരു സ്വതന്ത്ര രാജ്യം അല്ല ഈസ്റ്റ് ടർക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ആരാണ് കളിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് ഒരു നോ ബ്രെയിനറാണത്, മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഏറ്റവും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചൈനയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമുണ്ടല്ലോ പാകിസ്ഥാനിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഫൗണ്ട് ചെയ്തത്, ഇത് കണ്ടുപിടിക്കപ്പെട്ടത് പാകിസ്ഥാനിലാണെന്നുള്ളതാണ്. അപ്പോൾ 2020 ചൈനയും UN ഒക്കെ തന്നെ ഇത് ഈ ഓർഗനൈസേഷനെ ബാൻ ചെയ്യുകയും ടെററിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി അവരെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ 2020 വരെ അമേരിക്കയും ഇതിനെ ടെറർ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതിനുശേഷം അമേരിക്ക ഒരു പക്ഷേ സിറിയയിലെ ഈ പ്രശ്നത്തിന് വേണ്ടി അവർ ചിലപ്പോൾ ഈ ബാൻ ലിഫ്റ്റ് ചെയ്യുകയും ഈ പറഞ്ഞ ടെറർ ഗ്രൂപ്പ്സിനെ അങ്ങോട്ട് ചിലപ്പോൾ റീചാനൽ ചെയ്യുകയും റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർ പാകിസ്ഥാനിലാണ് കണ്ടുപിടിച്ചത്, പാകിസ്ഥാനാണ് അതിൻ്റെ ഒറിജിൻ. കാരണം തീർച്ചയായിട്ടും ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പ് ചൈനയിൽ ഈ പറഞ്ഞൊരു പ്രവിശ്യയിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ എന്തായാലും പാകിസ്ഥാൻ ഇല്ലാതെ ഒരിക്കലും നടക്കത്തില്ലെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായത്തോടുകൂടി മാത്രമേ മറ്റെല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെ തന്നെ ചൈനയിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ ഏരിയ എല്ലാം നോക്കുമ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ ജിയോഗ്രാഫിക്കൽ ഏരിയ എല്ലാം അടുത്ത് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ISIയുടെ അറിവില്ലാതെ അല്ലെങ്കിൽ ISIയുടെ ഹെൽപ്പില്ലാതെ ഇങ്ങനെ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാകാനും ചൈനയിൽ അത് ഈ പറഞ്ഞ പ്രവിശ്യയിൽ അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം. പിന്നുള്ള മറ്റ് രാജ്യങ്ങൾ തന്നെ അയൽ രാജ്യം എന്ന് പറഞ്ഞാൽ കസഖ്സ്ഥാൻ, താജിക്കിസ്ഥാനൊക്കെയാണ്. അവരൊക്കെ എത്രത്തോളം ഈ തീവ്രവാദ ഗ്രൂപ്പിനെ ചൈനയ്ക്കെതിരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് അറിയത്തില്ല. കാരണം അവരൊക്കെ എനിക്കൊന്ന് ചൈനയായിട്ട് നല്ല ഈ റിലേഷൻസ് അല്ലെങ്കിൽ ട്രേഡ് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉള്ളതൊക്കെയാണ്. പക്ഷേ പാകിസ്ഥാനത്തോടൊപ്പം നമുക്കറിയാം അവർ ആരോടെല്ലാം നിന്നാലും ശരി അവർക്കെതിരെ എല്ലാം ഈ പറഞ്ഞ ഈ അവരുടെ തനി സ്വഭാവം കാണിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭയങ്കരമായിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ചൈനയുടെ പ്രഷർ സമ്മർദ്ദം കാരണം അത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അത് തൽക്കാലം അതിനെ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സിറിയയിൽ ഈ പ്രശ്നം സിറിയയിലെ ഈ പറഞ്ഞ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടുന്നൊരു 10,000 ഉയ്ഗൂർ ഈ ഇസ്ലാമിക് ടെററിസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് ചൈനയുടെ ഇൻ്റലിജൻസ് സിറിയയിൽ ആസാദ് ഉള്ളപ്പോൾ അവർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചൈനയുടെ സമ്മർദ്ദം കാരണം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇവർക്കൊരു പക്ഷേ നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോൾ സിറിയയിലേക്ക് ഒരു അഭയം പ്രാപിക്കുകയും പിന്നെ അവിടെ നിന്നുകൊണ്ട് അവർ ഈ ടർക്കിയുടെ സ്പോൺസർഷിപ്പിലാണല്ലോ ഈ സിറിയക്കെതിരെയുള്ള ശരിക്കും കാരണം ടർക്കി സിറിയയുടെ ഏറ്റവും തൊട്ടടുത്ത രാജ്യമായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാന് എന്ത് കാണിക്കുന്നു അതുപോലെ തന്നെയാണ് ടർക്കിയും കാണിക്കുന്നത്. കാരണം ഇവരുടെ എല്ലാം ട്രെയിനിങ്ങും പിന്നെ മറ്റു രീതിയിലുള്ള ലോജിസ്റ്റിക്സും അവരെല്ലാം റിക്രൂട്ട് ചെയ്തത് സിറിയയിലേക്ക് അയക്കുന്നതെല്ലാം ടർക്കിയിൽ നിന്നാണ്. കാരണം ടർക്കി ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിറിയയുടെ അയൽരാജ്യമായതുകൊണ്ട് ടർക്കിയിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ബാക്കി രാജ്യങ്ങൾ സൗദി, ഖത്തർ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ
ഈ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ, അതിനെ ഫൈനാൻസ് ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തി ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ടർക്കിയിൽ നിന്നാണ് ഇതിൻ്റെ മൊത്തവും ഇതിൻ്റെ എപ്പിസെൻറ്റർ മൊത്തം ടർക്കിയാണ്. കാരണം ഇതിനെ ട്രെയിൻ ചെയ്യുന്നതും പിന്നെ ആം ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് ലോജിസ്റ്റിക്സ് എല്ലാം ടർക്കിയിൽ നിന്നാണ് സിറിയയിലേക്ക് പോകുന്നത്. കാരണം ടർക്കിയാണ് സിറിയയ്ക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ രാജ്യം എന്ന് പറയുന്നത്. അപ്പം അവർ ഈ ചൈനയുടെ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ മേലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കാരണം ഈ പറഞ്ഞ ഉയ്ഗൂർ, ഈ പറഞ്ഞ ടർക്കിഷ് ഇസ്ലാമിക് ഫോഴ്സസ് അവർ സിറിയയിലേക്ക് പോവുകയും സിറിയയിൽ അഭയം പ്രാപിക്കുകയും അവരവിടെ ഒരു സെപ്പറേറ്റ് പ്രോവിൻസ് ഉണ്ടാക്കി അവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയാണ്. നമുക്കറിയാം ടർക്കിയുടെ ഏറ്റവും വലിയ വിഷയം സിറിയയിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ കുർദാണ്. അപ്പോൾ ഈ കുർദിനെതിരെ ഒരു ബഫർ സോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ടർക്കിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് മറ്റു ചില ജിയോ പൊളിറ്റിക്കൽ ആംഗിൾസ് ഉണ്ട്. ഇപ്പം അത് ഓയിലും ഗ്യാസുമായിട്ടുള്ള പൈപ്പ് ലൈൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. എങ്കിൽ തന്നെയും ടർക്കിയെ സംബന്ധിച്ച് സിറിയയിലെ കുർദുകളുടെ പ്രസൻസ്, കാരണം ടർക്കിയിലുള്ള കുർദുകളും സിറിയയിലുള്ള കുർദുകളും ഇറാഖിലുള്ള കുർദുകളോടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ടർക്കിക്ക് തലവേദനയാണ്. ഒരു ഗ്രേറ്റർ കർദിസ്ഥാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ടർക്കിയെ വിഭജിച്ചുകൊണ്ട് മാത്രമേ ഈ കർദിസ്ഥാൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ടർക്കിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമായതുകൊണ്ട് സിറിയക്കകത്തുള്ള കുർദുകൾക്കെതിരെ ടർക്കി ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഈ സിറിയയ്ക്കും ടർക്കിക്കും ഇടയ്ക്ക് ഒരു ബഫർ സോൺ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ടർക്കിയുടെ ശരിക്കുള്ള ഓബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടി ടർക്കി ശരിക്കും പറഞ്ഞാൽ ആസാദിനെതിരെയുള്ള ഈ പറഞ്ഞ റബൽ ഫോഴ്സിനെ ബാക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ആം ചെയ്യുകയും പിന്നെ ഫൈനാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് ടർക്കി എത്രത്തോളം ആക്രമണങ്ങളാണ് സിറിയക്കകത്ത് നടത്തുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. കാരണം ടർക്കി ഇപ്പം വലിയൊരു മേജർ പ്ലെയറായിട്ട് അല്ലെങ്കിൽ ഒരു കളിക്കാരനായിട്ട് അവിടെ മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം ടർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അപ്പം ഭാവിയിൽ ഈ പറഞ്ഞ ഈ TIP ഉയ്ഗൂറിലേക്ക് തിരിച്ചു വന്ന അല്ലെങ്കിൽ ഈ ഷിൻജിയാനിലേക്ക് തിരിച്ചു വന്ന് ചൈനയ്ക്ക് തലവേദന ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടർക്കി പാകിസ്ഥാൻ ആ ഒരു ചാനലിൽ കൂടെ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ എന്ന് നമുക്കറിയാൻ പറ്റും. പാകിസ്ഥാൻ അല്ലാതെ അവിടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണത്. അപ്പോൾ ടർക്കിയുടെ നമ്മൾ പറഞ്ഞാൽ അവരൊരു ബഫർ സോൺ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം സിറിയക്കകത്തുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, കർദുകളുടെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ടർക്കിയിലുള്ള കർദുകളും തമ്മിൽ കൈകോർത്ത് കഴിഞ്ഞാൽ അത് ടർക്കിയുടെ പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റിയുടെ ഒരു വലിയൊരു അവർക്കതിനെ വലിയൊരു ത്രെട്ടാണ് അവർക്ക് തീർച്ചയായിട്ടും. കാരണം അതിനെ കർദുകളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ് എന്നുള്ള മറ്റൊരു വസ്തുതയുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ അവരേതെല്ലാം നമുക്കറിയാം, ബ്രിട്ടീഷ്, അമേരിക്കൻ, വെസ്റ്റേൺ പവേഴ്സ് അവരെ ഏതെല്ലാം രീതിയിലുള്ള ഡിവിഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള ഡിവിഷൻസ് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കർദെങ്കിൽ കർദ്, സുന്നിയെങ്കിൽ സുന്നി, ഷിയയെങ്കിൽ ഷിയ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്ടേറിയൻ എത്നിക് ലൈനിലുള്ള വിഭാഗീയത അവരുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിലുള്ള വിഭാഗീയതയും അല്ലെങ്കിൽ സെപ്പറേഷൻ എല്ലാം ഉണ്ടാക്കി മിഡിൽ ഈസ്റ്റിനെ ഒരു യുദ്ധക്കളമാക്കി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പ്രദേശമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ മാക്സിമം സുന്നി ഷിയ ഡിവൈഡ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ കർദുകളുണ്ട്. അപ്പം കർദുകളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ വെസ്റ്റാണ്, അമേരിക്കയാണ്. പക്ഷേ ടർക്കിയിൽ കർദുകളുണ്ട്. അവർ സ്വതന്ത്ര രാജ്യം ഇതുപോലെ തന്നെ ഈ സ്വന്തമായിട്ടുള്ളൊരു രാജ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു വാദഗതിയിലാണ്. അപ്പോൾ അത് ടർക്കിയുടെ പിന്നെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ അതൊരു ഭീഷണിയാണെന്നുള്ളൊരു വസ്തു നിലനിൽക്കുന്നുണ്ട്. ടർക്കുകൾ പരമാവധി അറ്റാക്ക് കർദിനെതിരെ ചെയ്യാൻ അവർ എപ്പോഴും തയ്യാറാണ്. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർദുകളുടെ വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സാണ് കർദുകളുടെ സിറിയക്കകത്തുള്ള. അപ്പോൾ അത് ആസാദിൻ്റെ ഒരു സപ്പോർട്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ടർക്കിയുടെ ശത്രുവാണല്ലോ സിറിയക്കകത്തുള്ള കർദുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ ഈ സിറിയക്കകത്തുള്ള കർദുകൾ, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആസാദിൻ്റെ സപ്പോർട്ടറായിരുന്നു. അപ്പം ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ടർക്കിക്കകത്തുള്ള കുർദുകളും തമ്മിൽ കൈകോർത്ത് കഴിഞ്ഞാൽ അത് ടർക്കിക്ക് വലിയൊരു എന്താണ് അവരൊക്കെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണെന്നുള്ള അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഈ റബൽസിനെ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും സിറിയയിലെ ഈ ആസാദ് റെജിമിനെ അവർ പിന്നെ എന്താണ് പറയുന്നത് അവിടുന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി അതിലിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു വിജയം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ HTSന് വലിയ ചൈനയ്ക്കെതിരെ അവരുടെ വലിയ എതിർപ്പുകളോ അല്ലെങ്കിൽ
അങ്ങനെയുള്ളൊരു ത്രട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ TIP ടർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി ചൈനയ്ക്കൊരു വിഷയമാണ് എന്നുള്ള കാര്യം ചൈന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഉയ്ഗൂർ തീവ്രവാദ സംഘടനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നുള്ളത്. ചൈന ഇപ്പോൾ അവിടെ വളരെ വളരെ സ്ട്രിക്റ്റായിട്ട് ടൈറ്റായിട്ടുള്ളൊരു കൺട്രോൾഡായിട്ടുള്ള ഏരിയ ആയിട്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞു. കാരണം വലിയൊരു എന്താണ് പറയുന്നത്, കോർഡൺ ചെയ്ത അവരുടെ മിലിറ്ററിയുടെ പോലീസിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രസൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു രീതിയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുവാൻ ഇതുവരെ സാധിക്കുന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 2018, 16, 17, 18 കാലഘട്ടങ്ങളിലൊക്കെ ചില അറ്റാക്കുകൾ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചൈന അതിനെയൊക്കെ വളരെ ഫലപ്രദമായിട്ട് സപ്രസ് ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വളരെ യുദ്ധം ചെയ്ത് നല്ല ഹാർഡൻഡായിട്ടുള്ളൊരു ഫോഴ്സാണല്ലോ ഈ പറഞ്ഞ TIP അല്ലെങ്കിൽ അതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു വിൽ പവറും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചൈന പറയുന്നത് 2008, 2011 അതുപോലെ തന്നെ 2013, 2014, 2015 ഈ പറഞ്ഞ ഈ ഷിൻജിയാങ്ങിൽ അവരുടെ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ബോംബിങ്ങും കാർ ബോംബ്സും അതുപോലെ തന്നെ ചില കത്തികാട്ടിയുള്ള പ്രയോഗങ്ങളും, അതെല്ലാം വണ്ടിയൊക്കെ ഇടിച്ച് ആൾക്കാരെ പിന്നെ ഈ നടന്നു പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടിച്ച് കയറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ആക്രമണങ്ങൾ TIP അവിടെ ഈ ഷിൻജിയാങ്ങിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ചൈന പറയുന്നത്. അപ്പം അവരുടെ ഈ ശരിക്കുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ചൈനയ്ക്കെതിരെ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ വളരെ താമസിയാതെ അങ്ങോട്ട് വരുന്നുണ്ട്, പ്രദേശം പിടിച്ചെടുത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2017, 2018 ചൈന അവിടെ പട്ടാളക്കാരെ ഇറക്കും, സിറിയയിൽ പട്ടാളക്കാരെ ഇറക്കും എന്നൊക്കെയുള്ള റൂമറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ സിവിൽ വാർ തുടങ്ങിയതിന് ശേഷം ചൈന സിറിയയ്ക്ക് ഡയറക്റ്റായിട്ട് ആയുധങ്ങളും കൊടുത്തായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. പക്ഷേ അതൊന്നും മറ്റു ചില പാർട്ടികൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ആ പാർട്ടി വഴി സിറിയയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ചൈനയ്ക്ക് സിറിയയുടെ കോൺഫ്ലിക്റ്റ് ഡയറക്റ്റായിട്ടുള്ള പങ്കൊന്നുമില്ല എങ്കിൽ തന്നെയും TIPയുടെ ത്രെട്ട് ലൈവാണ്, അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ചൈനയുടെ പേടി എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വന്ന അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ രണ്ട് രാജ്യത്തും നമുക്കറിയാം പല തീവ്രവാദ സംഘടനകളുടെ അഭയ കേന്ദ്രമാണ്, സേഫ് ഹെവൻസാണ്. അപ്പോൾ അതുപോലെ ചൈനയ്ക്കും കൺസേൺ ഉണ്ട്, ആശങ്കയുണ്ട്. കാരണം സിറിയയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട്, കാരണം അങ്ങനെയാണല്ലോ തീവ്രവാദ പ്രവർത്തനങ്ങളും ഗ്രൂപ്പുകളും എല്ലാം. ഇപ്പോൾ പണ്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യയെ, സോവിയറ്റ് യൂണിയനെ ഓടിക്കാൻ വേണ്ടി മുജാഹിദീൻ അവരുടെ പണി കഴിഞ്ഞതിന് ശേഷമല്ല പിന്നെ നമ്മുടെ കാശ്മീരിലൊക്കെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ അവർ എക്സ്പോർട്ട് ചെയ്യുകയുണ്ടായത്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ പണി കഴിയുമ്പോൾ മറ്റൊരു പ്രദേശം തേടി പോവുക, കാരണം അല്ലെങ്കിൽ പണിയില്ലാതിരിക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷയം വരും. അപ്പോൾ അടുത്ത പ്രദേശമൊക്കെ അവരെ അടുത്ത പണിക്ക് വിടുക എന്നുള്ളൊരു വിഷയം കൂടെ അവരുടെ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ബോസിനുണ്ടായിരിക്കും. നമുക്കറിയാം ആരാ മാസ്റ്റേഴ്സ്, ആരാ ബോസ് ആരെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ സിറിയയിൽ പ്രശ്നം തീർന്നെങ്കിൽ, അല്ലെങ്കിൽ സിറിയയിലെ വിഷയം ഏകദേശം സ്റ്റെബിലൈസ് ആയെങ്കിൽ, അവിടെ പണിയൊന്നും ഇല്ലെങ്കിൽ, ഇനി അവരുടെ അടുത്ത ഊഴം ചൈനയിലേക്ക് ഈ പറഞ്ഞ ഷിൻജിയാങ് പ്രൊവിൻസിൽ വന്നിട്ട് ചൈനയ്ക്ക് തലവേദന ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളൊരു ആശങ്ക ചൈനയ്ക്കുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇവരുടെ സേഫ് ഹെവൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റ് ISIS-K അതുപോലെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെതിരെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇതൊക്കെ ചൈനയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതല്ലോ. കാരണം ഈ ചൈനയുടെ ബലൂചിസ്ഥാനിലെ ഗ്വദർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട് ബലൂചിസ്ഥാനിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അവർക്കെതിരെയുള്ള അറ്റാക്കുകൾ, ആക്രമണങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പരിക്കേൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയ്ക്കും പരിക്കേൽക്കാൻ തുടങ്ങി, മുറിവേൽക്കാൻ തുടങ്ങി. അപ്പം നമുക്കത് ഇനിയും ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ മാത്രമല്ല ഇതിൻ്റെ വിക്ടിം, ഇന്ത്യയെ പോലെ ചൈനയും. കാരണം ഇത്രയും നാളും ഒരു പ്രശ്നവും ഇല്ലായിരുന്ന ചൈനയ്ക്കും തീവ്രവാദത്തിൻ്റെ ഈ പറഞ്ഞ ദൂഷ്യഫലങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം
ഇതിനകത്തിലെ പാകിസ്ഥാൻ റോൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ ചൈനയ്ക്കകത്ത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇത്രയും നാൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ISI ചുക്കാൻ പിടിക്കാതെ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പാകിസ്ഥാനെ പണ്ട് ഉണ്ടാക്കിയത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യ, ചൈന, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ, ഈ 3 രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഒന്ന് എന്താണ് പറയുക, നിയന്ത്രിച്ച് നിർത്തുവാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അമേരിക്കയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അമേരിക്കൻ സിസ്റ്റം ഈ പറഞ്ഞ പാകിസ്ഥാൻ ഉണ്ടാക്കി ഇവിടെ വെച്ചതെന്നാണല്ലോ. അവരെ ഒരു ജിയോ പൊളിറ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരുന്നു പാകിസ്ഥാനെ അവർ ക്രിയേറ്റ് ചെയ്തത്. പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നല്ലോ, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കപ്പെടുകയായിരുന്നല്ലോ. അതൊരു എന്താണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു രാജ്യമൊന്നും അല്ലല്ലോ ഇരിക്കുന്നതല്ല. അപ്പോൾ അത് ബ്രിട്ടീഷ് അമേരിക്കൻ ജിയോ പൊളിറ്റിക്സിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്താണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇസ്രായേലിനെ എങ്ങനെ ഉണ്ടാക്കിയോ അതുപോലെ തന്നെ പാകിസ്ഥാനെയും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ ലോങ് ടേം ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വളർച്ച തടയുക, ഇന്ത്യയുടെ മുന്നേറ്റം തടയുക, അതുപോലെ തന്നെ ചൈന. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ വലിയ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് നാളെ വരുന്ന ജിയോ പൊളിറ്റിക്സിൽ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്ന തുറുപ്പിയിട്ട് പാകിസ്ഥാനായിരിക്കാം, അല്ലാതെ മറ്റു രാജ്യങ്ങളെയും അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. അപ്പം പാകിസ്ഥാൻ്റെ റോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ചിലപ്പോൾ നാളെ പാകിസ്ഥാനും ചൈനയും തമ്മിലൊരു യുദ്ധം തന്നെ ഉണ്ടായാൽ നമുക്കതിനകത്തിൽ അതിശയിക്കേണ്ടി വരത്തില്ല എന്നുള്ള കാര്യവും നമുക്ക് ഇതിനകത്തിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം TIP എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ അവർക്ക് ചൈനയോടുള്ള സമീപനം എന്തായിരിക്കും, ചൈന ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.